ഇവിടെ ശോഭാ സുരേന്ദ്രനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ വലിയ വോട്ട് നേടിയ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇപ്പോൾ പകരം ആള് വരുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? ഇത് നടക്കുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ അന്ധമായ രാഷ്ട്രീയ വിശ്വാസമില്ലാത്ത ജനങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്തെ ജനവിഭാഗത്തിനോട് ചോദിച്ചാൽ എല്ലാവരും നിസ്സംശയം പറയും മൂന്നാം മോദി സർക്കാർ ഈ രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ള കാര്യം. കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട് ഭരിക്കാൻ അവസരം കിട്ടിയ മോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് സമാനതകളില്ലാത്ത വികസനമാണ്. ഇപ്പം ഇവർ ഇവിടെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ, ഇവർ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആലപ്പുഴ ബൈപ്പാസ്, ആരിഫും KC വേണുഗോപാലും വലിയ ഹോൾഡിംഗ്സ് വെച്ചിരിക്കുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനമായാലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ബൈപ്പാസ് ആയാലും ഏതൊന്നെടുത്തു നോക്കിയാലും നരേന്ദ്രമോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഒരു നാട് മുന്നേറിയെങ്കിൽ മാത്രമേ ആ നാടിന് വികസനമുണ്ടാകൂ എന്ന കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് മുൻനിർത്തി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഒരു വശത്ത് കേരളം വിട്ടാൽ കെട്ടിപ്പിടിച്ച് ഭായി ആകുന്ന കേരളത്തിൽ തമ്മിലടിക്കുന്ന രണ്ട് മുന്നണികൾ മറുവശത്ത്. ഇതിനകത്ത് ആര് ജയിച്ചാലും ശ്രീ KP ശ്രീകുമാറിനെ KC വേണുഗോപാൽ ജയിച്ചാലും അതേപോലെ തന്നെ നമ്മുടെ MLA ആരിഫ് ജയിച്ചാലും ഇവർ രണ്ടുപേരും പോകുന്നത് രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിക്കാനാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്ന് പോലും രാജ്യം സംശയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ട് ലോകസഭയുടെ ക്യാന്റീനിൽ പോയിരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു MP പോകണം? മറിച്ച് ഒരു വനിതാ കേന്ദ്രമന്ത്രി ഈ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഈ ആലപ്പുഴ ലോക്സഭയിൽ സമാനതകളില്ലാത്ത വികസനം സാധ്യമാക്കാൻ നമുക്ക് സാധിക്കും. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രതികൾ സംസാരിക്കുമ്പോൾ ഞാനിവിടെ കേട്ടോണ്ടതില്ലേ? അല്ലേ? എന്റെ കൂടെ വന്ന ആൾക്കാരുടെ കേട്ടോണ്ടതില്ല. അതുകൊണ്ട് കുറച്ച് സഹിഷ്ണുത കാണിക്കും. എന്തിനാണ് എല്ലാത്തിനും അവസരമുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന സമാനതകളില്ലാത്ത വികസനം ഇവിടെ ശ്രീ MLA സൂചിപ്പിച്ചു. കായംകുളം റെയിൽവേ സ്റ്റേഷൻ, അത് മാഡത്തിനെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 35 സ്റ്റേഷനുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വികസിപ്പിക്കുന്ന അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. കായംകുളം മാത്രമല്ല, 541 കോടി രൂപ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊടുത്തു, 361 കോടി രൂപ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ കൊടുത്തു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ സൌത്ത് സ്റ്റേഷനിൽ സമാനമില്ലാത്ത വികസനം വരുന്നു. തൃശൂർ സ്റ്റേഷനിൽ വികസനം വരുന്നു. ഈ രാജ്യത്തെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളുടെയും അടിസ്ഥാന സൌകര്യ വികസനം നടത്തുക എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യമാണ്, ആ ലക്ഷ്യമാണ്. അടിസ്ഥാന സൌകര്യ വികസനം ഈ ഗവൺമെന്റിന്റെ മുന്നോട്ട് പോകുന്ന ഏറ്റവും വലിയ വികസന അജണ്ടയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമസ്ത ജനവിഭാഗത്തിനെയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്യാരണ്ടിക്കാണ് NDA ശോഭാ സുരേന്ദ്രൻ വോട്ട് നേടുന്നത്. ഒരു സംശയവും വേണ്ട. അങ്ങ് സൂചിപ്പിച്ചു വോട്ട് വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ചരിത്രം സൃഷ്ടിക്കാൻ പോവാ. ശോഭാ സുരേന്ദ്രന്റെ 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ 9ാമത്തെ അംഗത്തിൽ ജയിച്ച് ഈ ഗോതയിൽ നിന്ന് ഞങ്ങൾ മുമ്പോട്ട് പോകും. കുഴപ്പമില്ലെന്നേ. ത്രിപുരയിലും ചിരിച്ചതാ, ഒരു കുഴപ്പമില്ല. ത്രിപുരയിലും ചിരിച്ചതാ, മധ്യപ്രദേശിലും ചിരിച്ചതാ. ത്രിപുരയിലും മധ്യപ്രദേശിലും ഒക്കെ ചിരിച്ചതാ. പൊട്ടിച്ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, പൊട്ടിക്കരയാനുള്ളതാ. പ്രതിഭ MLA